ഇത് ഞാൻ രാവിലെ കുഴച്ച് വെച്ച ഗോതമ്പൊടിയിൽ മേത്തിയുടെ ഇല, മല്ലിയില, വെളുത്തുള്ളിയുടെ ഇല ഇവിടെ കിട്ടും, അത് പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എള്ള്, അത് വെളുത്തുള്ള തന്നെ വേണം, വെളുത്തുള്ള, പിന്നെ കുറച്ച് അരിമോദകം, പിന്നെ തൈര്, ഉപ്പ്, ഇത്ര ഇട്ടിട്ട് കുഴച്ച് വെച്ചതാണ് രാവിലെ. അതിന് ശേഷം നമ്മൾ അത് എപ്പോൾ കുഴച്ച ഉടനെയും ഉണ്ടാക്കാൻ കുഴപ്പമില്ല, ഞാൻ കുഴച്ച് വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നു ചൂടോടെ കുട്ടികൾക്ക് ചുട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ ഒരു ഉണ്ടെടുത്ത് ഇതിങ്ങനെ പരത്തിയെടുക്കുക. ഈ വലിപ്പം മതി പരത്തുമ്പോൾ, കണ്ടോ, ഇത്രയും കട്ടി പാടുള്ളൂ. ഇനി ഇതിനെ ഈ ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുൾ ഫ്ലെയിം വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് ചുട്ടെടുക്കണം. അത് ഒരു ഭാഗം ആയി വരുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം മറിച്ചിടാം. ഇത് കുറച്ച് ഇത്തിരി സമയം എടുക്കും. സാധാരണ ഒരു ചപ്പാത്തി നമ്മൾ ഫ്ലെയിമിൻ്റെ മുകളിൽ ചുട്ടെടുക്കുന്ന പോലെയല്ല, കുറച്ച് സമയം എടുക്കും. കാരണം ഇതിൽ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഇലവർഗ്ഗമല്ല കൂടുതലും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇതാവാനായിട്ട്. ഇനി ഇത് കണ്ട ഇത്രയും ആയിക്കഴിഞ്ഞാൽ മറിച്ചിടുക. ഈ വശവും അതേപോലെ ആകുമ്പോൾ നമ്മൾ എണ്ണ പുരട്ടി, രണ്ട് ഭാഗവും എണ്ണ പുരട്ടി നല്ലപോലെ ബ്രൗൺ ആവണമല്ലോ ചുട്ടെടുക്കാം. അത് കാണിച്ചു തരാം. ഈ എണ്ണ ഏതാണെന്ന് വെച്ചാൽ കപ്പലണ്ടിയുടെ എണ്ണയാണ്, ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അത് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഈ മറ്റേ സൺഫ്ലവർ ഓയിലായാലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്, നെയ്യും വേണ്ട ഇതിലേക്ക്. ഈ ഏതെങ്കിലും എണ്ണ എടുത്തോളൂ. എണ്ണ ഒരു ഭാഗം ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ എണ്ണ ഇതുപോലെ പരട്ടിയിട്ട് മറിച്ചിടുക. ഇനി ഈ വശവും ഇതേപോലെ എണ്ണ പരട്ടി കൊടുക്കുക നല്ലപോലെ. ഇത് എണ്ണയിൽ ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഗുജറാത്തികൾ, ഞാൻ അഹമ്മദാബാദിലാണ് താമസിക്കുന്നത്, ഇവിടുത്തെ ഗുജറാത്തികൾ ഈ മഞ്ഞുകാലത്ത് നല്ലപോലെ എണ്ണയും ഈ മേത്തിയുടെ ഇല എന്ന് പറഞ്ഞാൽ ഉലുവയിലയാണ്, ഈ ഉലുവയിലൊക്കെ നല്ലപോലെ കഴിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഉലുവ നമുക്ക് ശരീരത്തിന് വളരെ നല്ലതല്ലേ, ഈ മഞ്ഞുകാലത്ത് വേദനകൾക്കും എല്ലാത്തിനും വളരെ നല്ലതാണ്. എള്ളായാലും ഉള്ളിച്ചെണ്ണ വളരെ നല്ലതാണ്. അപ്പോൾ അത്രയും നല്ല എന്താ പറയുക, ആവശ്യമുള്ള എല്ലാം ഇതിലുണ്ട്, വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും. ഇനി ഒന്നും കൂടി ഇതിനെ മറിച്ചിട്ട് വേണ്ട, ഈ കളറാവുമ്പോൾ ഈ കളറായാൽ മതി. മറ്റേ ഭാഗം ഈ ബ്രൗൺ കളറായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എടുക്കാം, തിരിച്ച് ഉണ്ടാക്കാം. ഇനി